അയാൾ കണ്ടുമുട്ടി. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലേ താങ്കൾക്ക് ഇസ്ലാമിലേക്ക് വന്നാൽ എന്താ? അപ്പോൾ റുവാന ചോദിച്ചു, താങ്കളുടെ പ്രവാചകത്വത്തിനെ തെളിവാക്കുമോ? അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ താങ്കളുമായി ഞാൻ കുസ്തി പിടിക്കാം. താങ്കളുടെ മതക്കിനിൽ തട്ടിയാൽ താങ്കൾ ഇസ്ലാമിലായെന്ന് വിശ്വസിക്കുമോ? റുവാന സമ്മതിച്ചു. മലപ്പിടുത്തം തുടങ്ങി. അതാ റുവാന നിലത്ത് വീണ് കിടക്കുന്നു. 3 തവണ മൽപ്പിടുത്തം തുടങ്ങി. 3 തവണ റുവാന എന്ന അതിസമർത്ഥനും അതിശക്തനും പ്രശസ്തനായ കുസ്തിക്കാരൻ മലർന്നടിച്ചു വീണു. ഷവാഹിദിന് 3-ാം അധ്യായത്തിൽ ഈ സംഭവം കാണാം. എന്നിട്ട് റുവാന ഇസ്ലാം സ്വീകരിച്ചു. റുവാന പറഞ്ഞു, ഞാൻ ഇസ്ലാമിലായെന്ന് ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ എന്നെക്കാൾ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കളുടെ കഴിവിനും പ്രാഗല്യത്തിനും എനിക്ക് വലിയ മതിപ്പുണ്ട്. റുവാന തന്റെ ആട്ടിൻ പറ്റത്തിൽ നിന്ന് പകുതിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമ്മാനിച്ചു. ആട്ടിൻ പറ്റത്തെ തെളിച്ച് മക്കയിലേക്ക് പുറപ്പെടുന്ന റസൂലിന്റെ അടുക്കൽ ഓതിക്കരിച്ച് റുവാന ചോദിച്ചു, അല്ലയോ മുഹമ്മദ്, ആട്ടിൻ പറ്റത്തെ എങ്ങനെ കിട്ടിയാന്ന് മക്കൾക്കാർ ചോദിച്ചാൽ എന്ത് പറയും? റുവാന സമ്മാനിച്ചതാണെന്ന് പറയും മുഹമ്മദ് താങ്കൾ പറഞ്ഞു. അപ്പോൾ റുവാന ചോദിച്ചു, എന്തിന് സമ്മാനിച്ചതാണെന്ന് ചോദിച്ചാലോ? ഞങ്ങളോട് തമ്മിൽ മലപ്പെടുത്തി തുടങ്ങി. എന്റെ ശക്തിയിൽ അവർക്ക് വലിയ മതിപ്പ് തോന്നി തന്നതാണെന്ന് പറയും. അയ്യോ, അങ്ങനെ പറയല്ലേ, എന്റെ വില പോകും. ആൾക്കാരുടെ ഇടയിൽ ഞാൻ അപമാനിതനാകും. താങ്കളുടെ സംസാര രീതി ഇഷ്ടപ്പെട്ട് തന്നതാണെന്ന് പറയണം. ഞാൻ ഒരിക്കലും കളവ് പറയില്ലെന്ന് ഞാൻ എന്റെ റബ്ബിനോട് വാഗ്ദത്തം ചെയ്തിരുന്നു. അപ്പോൾ റുവാന പറഞ്ഞു, എന്നാൽ ഞാൻ ആട്ടിന്റെ പറ്റത്തെ തിരിച്ചു വാങ്ങുകയാണ്. കൊള്ളാം, എടുത്തോളൂ. എന്റെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി 1000 ആട്ടിന്റെ പറ്റത്തെ കൈയോജിന് വേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമില്ല. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ കൊച്ചു പ്രസംഗത്തിൽ നിർത്തുന്നു. ആ നബി തങ്ങളെ സ്നേഹിക്കാൻ, അവരുടെ മാതൃക പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഹ് ദാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.